Hello students, welcome to this channel. So, ഇന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്ക് നോക്കാം. അതാണ് ഗ്രാം സ്കിന്നിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ്. അപ്പോൾ ഇതിന് ബേസ് ചെയ്ത് ഒരു തിയറം വരുന്നുണ്ട്, പിന്നെ പ്രോബ്ലംസും ഉണ്ട്. നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ തിയറം മാത്രം നോക്കാം. അപ്പോൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എവറി ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ഹാസ് ആൻ ഓർത്തോ നോർമൽ ബേസിസ്. അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് അതിനൊരു ഓർത്തോ നോർമൽ ബേസിസ് ഉണ്ട് എന്ന് നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ പറയുന്നു ആദ്യം ഒരു വെക്റ്റർ സ്പേസ് ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് കൺസിഡർ ചെയ്യുന്നു. ലെറ്റ് വി ബി എ ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ്. അപ്പോൾ ആ ബേസിസ് എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് വേണം. അതിനായിട്ട് n എലമെൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ലെറ്റ് v1 v2 എക്സെട്ര vn ബി എ ബേസിസ് ഫോർ b. അപ്പോൾ ഈ ബേസിസിൽ നിന്ന് വേണം നമുക്ക് ഓർത്തോ നോർമൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ ആ ഓർത്തോ നോർമൽ ബേസിസിനെ നമുക്ക് w1 w2 എക്സെട്ര wn എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ നമുക്കിനി പ്രൂഫിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഗിവൺ കണ്ടീഷൻസ് അസംഷൻസ് എഴുതി. ഇനി നമ്മുടെ പ്രൂഫ് എന്താണ്? ആദ്യം നമുക്ക് വേണ്ടത് let us take that let w1 is equal to v1 എന്ന് എടുക്കാം. അതിനുശേഷം w2 is equal to v2 minus inner product v2, w1 divided by norm w1 square into w1. അപ്പം ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഓർത്തോ നോർമൽ ബേസിസ്, അതായത് നമ്മൾ ഓർത്തോഗണൽ ഡീകമ്പോസിഷൻ എന്നൊക്കെ കുറിച്ചിട്ട് നമ്മൾ ഒരു ഫോർമുല നോക്കിയിട്ടുണ്ടായിരുന്നു. w2 is equal to, അതിൽ നമ്മൾ uv എന്ന വെക്ടർ റെപ്രസെൻറ്റേഷൻ ആണ് കൊടുത്തത്. അതേ സെയിം റെപ്രസെൻറ്റേഷൻ തന്നെയാണ് w2 is equal to v2 minus inner product v2, w1 divided by norm w1 square into w1. ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ എന്ന് വെച്ചാൽ, അതായത് ഈ ഓർത്തോ നോർമൽ ബേസിസിലെ ഓരോ വെക്ടേഴ്സും നോൺ സീറോ എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു ക്ലെയിം ദാറ്റ് w2 is also not equal to 0 എന്ന് നമുക്ക് പറയണം. അപ്പോൾ നമ്മളിപ്പോൾ അസംഷൻ w2 നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സപ്പോസ് നോട്ട് എന്ന് എടുക്കുവാണ്. സപ്പോസ് നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്നത് സപ്പോസ് w2 is equal to 0. സപ്പോസ് w2 ഈക്വൽ ടു 0 ആയിപ്പോയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ w2 എന്നുള്ളത് എന്താണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്? v2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് v2, w1 ഡിവൈഡഡ് ബൈ നോം w1 സ്ക്വയർ ഇൻറ്റു w1 ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് എന്ത് സംഭവിക്കും? ഇതിൽ നിന്ന് ഈ നെഗറ്റീവ് ടേമിനെ RHSൽ കൊണ്ടുപോകാം. അപ്പോൾ അത് ഇക്വാലിറ്റി ആയിരിക്കും വരുന്നത്. സോ ദാറ്റ് what do you get here? v2 is equal to, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് v2 equal to inner product of v1 v2, v1 w1 divided by norm w1 square into w1 എന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് w1 നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്തിരിക്കുന്നത് w1 is equal to v1 എന്ന് അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് is equal to inner product of v2, w1 divided by norm w1 square into v1 എന്ന് നമുക്ക് ഇവിടെ എടുക്കുവാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? v2 is also, ഇത് സം സ്കെയിലാർ ആണെന്ന് കരുതിക്കോ. ഇത് സം സ്കെയിലാർ ആണെങ്കിൽ, അതായത് ഈ ഒരു ടേം എന്ന് പറയുന്നത് ഇത്രയും നമ്മൾ സ്കെയിലാർ ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇൻറ്റു v1 എന്ന് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് v2 ഈക്വൽ ടു സം വാല്യൂ ഇൻറ്റു v1 എന്ന് വരുന്നുണ്ട്. അതിനർത്ഥം v2 is depending on v1 അല്ലേ? v2 is depending on v1. And also v2 is a linear combination of v1. v2 is a linear combination of v1 എന്ന് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? സോ therefore ഞാൻ ഇവിടെ എഴുതുവാണ്, അതായത് v2 v1നെ ഡിപ്പെൻഡ് ചെയ്താണ് ആൻസർ വരുന്നത്. therefore v2 is a linear combination of ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 എന്ന് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ശരിയാണോ?
കാരണം നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് എന്താണ്, V2 is an orthonormal. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഓർത്തോഗണൽ എന്നുള്ള കണ്ടീഷനിൽ നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്ന ഓരോന്നും V1 V2 എക്സെട്ര Vn ഇസ് എ ബേസിസ് എന്നാണ് നമ്മളിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ആണ് വരുന്നത്. കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആൻസേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ നോൺ സീറോ ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സിൻസ് V1 V2 എന്താണ്, ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. പക്ഷെ നമുക്കിവിടെ വരുന്നത് ഒന്ന് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് വരത്തക്ക രീതിയിലുള്ള ആൻസർ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കോൺട്രഡിക്ഷൻ വരുന്നതിന്റെ കാരണം അതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore നമ്മുടെ assumption is wrong. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്, what we have assumed here, നമ്മൾ അസ്യൂം ചെയ്തത് W2 is equal to 0 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ ഇവിടെ our assumption is wrong, hence we say that W2 is not equal to 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. See, ഫസ്റ്റ് നമ്മൾ എടുത്തത് എന്താണ്, V1 V2 എല്ലാം ഒരു ബേസിസ് ആണ്. ഇതിൽ നിന്ന് ഓർത്തോ നോർമൽ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഓർത്തോ നോർമൽ ബേസിസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് വെക്ടേഴ്സ് എല്ലാം എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ V1 V2 എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ W1 ഈക്വൽ ടു V1 എന്ന് എടുക്കുക. അതിനുശേഷം W2 ഈക്വൽ ടു ഈ ഒരു അസംഷൻ എടുക്കുക. We claim that W2 is not equal to 0. Suppose not എന്ന് അസ്യൂം ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് V2 is a linear combination of V1 എന്ന് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു കോൺട്രഡിക്ഷൻ ആണ്. കാരണം V1 V2 are linearly independent. Hence our assumption is wrong and we say that W2 is not equal to 0. അപ്പോൾ നമ്മുടെ അസംഷൻ അത് ശരിയായി. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഇനി നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് W2, W1 എടുക്കാം. അപ്പോൾ അന്നേരം നമുക്ക് എന്തായിരിക്കും വരുന്നത്, ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് V2 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് W2, W1 ഡിവൈഡഡ് ബൈ നോം W1 സ്ക്വയർ ഇൻറ്റു W1, W1 എന്ന് നമുക്ക് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഈ ഇന്നർ പ്രോഡക്റ്റിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് V2, W1 മൈനസ് നെക്സ്റ്റ് ടേം ഇന്നർ പ്രോഡക്റ്റ് V2, W1 ഡിവൈഡഡ് ബൈ നോം W1 സ്ക്വയർ, W1 into W1, W1 എന്ന് നമ്മൾ എഴുതുന്നു. ഫസ്റ്റ് ടേം വിത്ത് റെസ്പെക്ട് ടു ദിസ് W1, സെക്കൻഡ് ടേം വിത്ത് റെസ്പെക്ട് ടു W1. ഇനി നമുക്ക് ഈ ഒരു ഫോർമാറ്റ്, ഇതൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഇൻ ദ ഫോം ഓഫ് ഇന്നർ പ്രോഡക്റ്റ് ആൽഫ U, V എന്ന ഫോർമാറ്റ് ആണ്. അപ്പോൾ ദാറ്റ് ഇസ് ആൽഫ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് U, V എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന സ്കേലാർ എന്ന് പറയുന്നത് ഈ ഒരു ടേം ആണ്, ഈ ഫ്രാക്ഷൻ ആണ്. നമുക്ക് അതിനെ അങ്ങ് പുറത്തെടുക്കാം. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് വരുന്നത് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് V2, W1 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് V2, W1 ഡിവൈഡഡ് ബൈ നോം W1 സ്ക്വയർ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് W1, W1. That is equal to inner product of V2, W1 minus inner product of V2, W1 divided by norm W1 square into ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, this is also equal to norm W1 square. കാരണം സ്ക്വയർ റൂട്ട് ഓഫ് ഇന്നർ പ്രോഡക്റ്റ് W1, W1 is norm W1. അതിൻ്റെ അപ്പോൾ സ്ക്വയർ റൂട്ട് ഇല്ലാതെ വരുവാണെങ്കിൽ ഇറ്റ് ഈസ് ഹോൾ സ്ക്വയർ. ഇപ്പം നമ്മുടെ ഈ ഒരു ടേമും ക്യാൻസൽ ആവും. സോ ദാറ്റ് വി ഗെറ്റ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് V2, W1 മൈനസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് V2, W1 വിച്ച് ഇസ് ഈക്വൽ ടു ആൻസർ 0. അങ്ങനെ നമുക്ക് വരുന്ന ആൻസർ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് W2, W1 ഇസ് ഈക്വൽ ടു 0 എന്ന് വരുന്നുണ്ട്. Therefore ഈ രണ്ട് വെക്ടേഴ്സും ഇവിടുന്ന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, if the inner product value is equal to 0, we can say that W2 and W1 are orthogonal. They are orthogonal vectors എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി
അങ്ങനെ നമ്മുടെ ഒരു പാർട്ട്, അതായത് ഒരു കാൽക്കുലേഷൻ, നമ്മൾ ഫസ്റ്റ് രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ എന്ന് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, അതേപോലെ തന്നെ കുറച്ച് വെക്ടേഴ്സിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുന്നു. അതായത് W1 W2 WK വരെ നമുക്ക് ട്രൂ ആണെന്ന് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എടുക്കുവാണ്. അപ്പൊ ഈ വെക്ടേഴ്സ് എല്ലാം ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഈ വെക്ടേഴ്സ് W1 W2 എല്ലാം ഓർത്തോഗണൽ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്തത് WK കഴിഞ്ഞാൽ അടുത്ത ടേം എന്താണ്, K+1. ഇനി K+1 കൂടി നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാം. അതായത് ഫസ്റ്റ് ടേം എടുത്തു, W1 = V1 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത് അല്ലേ. ഇവിടെ നോക്കിക്കേ, W1നെ നമ്മൾ V1 എന്ന് എടുത്തു, കാരണം ഇത് നോട്ട് ഈക്വൽ ടു 0 ആണ്, കാരണം V1 ഓർത്തോഗണൽ വെക്ടർ ആയതുകൊണ്ട്. ഇനി അടുത്തത് W2 നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് W2നെ ഇങ്ങനെ ഒരു അസംഷൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, W2 നോട്ട് ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യുവാണ്. അതിനുശേഷം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് W2, W1, അതായത് W1ഉം W2ഉം ഓർത്തോഗണൽ ആണെന്ന് പറയുന്നു. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നു സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണ്. ഇനി നമ്മൾ WK+1 കൂടി കൺസ്ട്രക്ട് ചെയ്ത് കാണിക്കുന്നു ആസ് ആൻ അസംഷൻ. നേരത്തെ എടുത്തതുപോലെ WK+1 = VK+1 മൈനസ് സമ്മേഷൻ J varies from 1 to K as inner product VK+1, WJ divided by norm WJ² into WJ എന്ന് സം വെക്ടേഴ്സ് ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് എടുത്തതിന് ശേഷം ഈ വെക്ടറും നോട്ട് ഈക്വൽ ടു 0 എന്ന് നമ്മൾ പറയണം. എന്നിട്ട് നമ്മൾ എന്ത് പറയണം, അതിനുശേഷം നമ്മൾ പറയേണ്ടത് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് WK+1, സം വെക്ടർ WJ is equal to 0. ഇത് ഓർത്തോഗണൽ ആണ് എന്ന് നമ്മൾ പറയണം. അപ്പൊ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്. W1 നോട്ട് ഈക്വൽ ടു 0, W2 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അതിനുശേഷം W2 ഇന്നർ പ്രോഡക്റ്റ് W2, W1 ഈക്വൽ ടു 0, അതായത് W2 and W1 ആർ ഓർത്തോഗണൽ. അതുപോലെ തന്നെ ഇവിടെയും ആ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ ഫോർ സം വെക്ടർ J വേരീസ് ഫ്രം 1 to K വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 1 to K വരെ പറഞ്ഞിട്ട് അതിനുശേഷം n വെക്ടേഴ്സിന് ഇത് ട്രൂ ആണ് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ K വരെ അസ്യൂം ചെയ്താൽ K+1 കൂടി നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ പറയുന്നു 1 to n വെക്ടേഴ്സ് വരെ ദ റിസൾട്ട് ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് എന്ന് നമ്മൾ പറയാൻ പോവുകയാണ്. അപ്പോൾ WK+1 നോട്ട് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ ക്ലെയിം ചെയ്യേണ്ടത്. സപ്പോസ് അത് ഈക്വൽ ടു 0 ആയിപ്പോയാൽ VK+1 ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ദിസ് വാല്യൂ എന്ന് നമുക്ക് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ നിന്ന് നമ്മൾ പറയുന്നുണ്ട് W1, W2, WK എന്താണ്, ഓർത്തോഗണൽ ആണ്. ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ ദോസ് വെക്ടേഴ്സ് ആർ നോൺ സീറോ, ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ VK+1 ആരുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് വരുവാണ്, W1, W2 എക്സെട്ര WK വരെയുള്ള വെക്ടേഴ്സിന് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് നമുക്ക് വരുന്നുണ്ട്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമ്മളിവിടെ എടുക്കുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ ഒന്നുകൂടി പറയാം, ഇവിടെ നമ്മുടെ വെക്ടേഴ്സ് എന്ന് പറയുന്നത് VK+1 ആണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ VK+1 ആദ്യം വരുന്നത് ഇറ്റ് ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം വെക്ടേഴ്സ് ഓഫ് WJ എന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് WJ എന്താണ്, ഓർത്തോഗണൽ എന്ന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ VK+1 ഓരോന്നും W1, W2, WJ വരെയുള്ള ടേംസിന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഇവിടെ എടുത്തു കഴിഞ്ഞു W1, W2 ഓർത്തോഗണൽ എന്നെടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ്, W2 ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1, V2 എന്ന് നമുക്ക് കിട്ടിയില്ലേ പ്രീവിയസ് സ്റ്റെപ്പിൽ. ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് V2 ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് V1 എന്ന് നമ്മൾ വരുന്നതിന് അസംഷൻ എന്താണ്, ഇറ്റ് ഈസ് റോങ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഓരോ വെക്ടേഴ്സും VK+1 is a linear combination of W1, W2, etc. WK എന്ന ഫോർമാറ്റ് വരുന്നുണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്താണ്, V1, V2, VK+1 എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ ആ വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ VK+1 is a linear combination of V1, V2, etc. VK എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എന്താണ്, അവിടെ ഒരു കോൺട്രഡിക്ഷൻ വരുന്നുണ്ട്. കാരണം എന്താ, ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഡിപ്പെൻഡിങ് വെക്ടേഴ്സ് ആണ് വരുന്നത്. VK+1 is depending on VK. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നമ്മുടെ അസംഷൻ തെറ്റാണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം അവർ അസംഷൻ ഇസ് റോങ്. നമ്മൾ അസ്യൂം ചെയ്തത് എന്താണ്,
സപ്പോസ് WK+1 ഇസ് ഈക്വൽ ടു 0 എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ആ അസംഷൻ എന്താണ്? തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ WK+1 നോട്ട് ഈക്വൽ ടു 0. ഇനി WK+1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഏതെങ്കിലും ഒരു വെക്ടറിൻ്റെ കൂടെ നമുക്ക് ഇന്നർ പ്രോഡക്റ്റ് എടുക്കാം. ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അത് ആ വാല്യൂ എന്തായിരിക്കണം? 0 ആയിരിക്കണം. അപ്പോൾ WK+1ൻ്റെ ഡെഫിനിഷൻ എഴുതുക, ആ ടേമിൻ്റെ വാല്യൂ എഴുതുക, WI. ഇനി നമുക്ക് വെക്ടർ സ്പേസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് VK+1, WI മൈനസ് ഈ ടേം ഒരു സ്കെയിലർ ആണ്, ഇത്രയും. അപ്പോൾ ഇത് നമുക്ക് പുറത്തെടുത്തിട്ട് അപ്പോൾ എന്താ വരിക? മൈനസ് ഈ സമ്മേഷൻ വാല്യൂ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് WJ, WI. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഇവിടെ നോക്കുമ്പോൾ തന്നെ VK+1, WI ഇതിൻ്റെ ഇന്നർ പ്രോഡക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നു, അതിലൊരു ചേഞ്ചും വരുന്നില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ അടുത്തതൊരു സ്റ്റെപ്പ് ചേഞ്ച് വരുന്നുണ്ട്. സമ്മേഷൻ J വേരീസ് ഫ്രം 1 to K അടുത്ത സ്റ്റെപ്പ് ആകുമ്പോൾ ഇവിടെ മാറുന്നുണ്ട്. അതായത് ഈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് സംഭവിക്കും എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് നമ്മൾ ജസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ J വേരീസ് ഫ്രം 1 to K. അപ്പോൾ 1 to K വരെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇൻ ബിറ്റ്വീൻ ഒരു ടേം 1 to I to K എന്ന് ഒരു ടേം വരുന്നുണ്ട്. ആ ഒരു ടേം എങ്ങനെയായിരിക്കും വരുന്നത്? ഇന്നർ പ്രോഡക്റ്റ് WI, WI. ബാക്കി എല്ലായിടത്തും എന്ത് വരും? W1, WI വരും. അടുത്ത ലാസ്റ്റ് WK, WI വരും. ഇങ്ങനെ വരും എല്ലാ ടേംസും. പക്ഷെ ഈ ടേംസ് എല്ലാം എന്തായി പോവും? 0 ആയി പോവും. കാരണം എന്താണ്? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് അതെല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് അസ്യൂം ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഈ വെക്ടേഴ്സ് എല്ലാം 0 ആവും. ഇൻ ബിറ്റ്വീൻ ഉള്ള ആ ith ടേം മാത്രം 0 ആവില്ല. ആ ഒരു ടേമിനെ ഞാനിവിടെ എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ ആ ഒരു ടേമിനെ മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് VK+1, WI മൈനസ് സമ്മേഷൻ ഓഫ് VK+1, WI ഡിവൈഡഡ് ബൈ നോം WI ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് ഓഫ് ആ ith ടേം വരുമ്പോൾ എന്തായിരിക്കും വരുന്നത്? WI, WI. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇത് കൂടെ കാണിക്കാം. നമ്മളിപ്പോൾ ചെയ്തതേ ഉള്ളൂ ലീനിയർ കോമ്പിനേഷൻ ഓഫ് വെക്ടേഴ്സ്. നമ്മൾ അതായത് ഈ ഒരു പ്രോബ്ലത്തിൽ ഇവിടെ നമ്മൾ ഈ തിയറം 2ൽ നമ്മൾ ചെയ്ത് കാണിച്ചായിരുന്നു. ഓരോ വെക്ടേഴ്സും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ kth ടേം മാത്രം അങ്ങനെ ഉണ്ടാവും. ഈ കഴിഞ്ഞ വീഡിയോയിലുള്ള ഈ തിയറം 2ലുള്ള പ്രൂഫാണേ. അപ്പം അതിൽ നമ്മൾ V1, V2, V2, VK എന്നിങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു ടേം മാത്രം കാണും, ബാക്കി എല്ലാ ടേംസും എന്തായിപ്പോവും? 0 ആയിപ്പോവും. ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ആ പ്രോസസ്സ് എന്താണ്? അവിടെ നോക്കിക്കേ. ഈ പ്രോസസ്സിലും നമ്മുടെ VK+1 എന്ന ടേം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ith ടേം ഒഴികെ ith ടേം വിൽ നോട്ട് ബി 0. will not be 0. ബാക്കി എല്ലാ ടേംസും എന്തായി പോവും? 0 ആയിപ്പോവും. അപ്പോൾ ആ ഒരു ടേം മാത്രമേ ഇവിടെ കാണുള്ളൂ. അപ്പോൾ VK+1, WI നോം WI സ്ക്വയർ ഇൻറ്റു ഇന്നർ പ്രോഡക്റ്റ് WI, WI ആ ഒരു ടേം ഒഴികെ ബാക്കിയെല്ലാം 0 ആയിപ്പോവും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇന്നർ പ്രോഡക്റ്റ് VK+1, WI, ഇവിടെ VK+1, WI ഇൻറ്റു നോം WI സ്ക്വയർ ഇൻറ്റു ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? നോം WI സ്ക്വയർ. അപ്പോൾ നോം WI സ്ക്വയർ ആകുമ്പോൾ എന്താവും? ഈ ടേമും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി വരുന്ന ടേംസ് ഈ ഒരു ടേമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നമ്മൾ VK+1, WK+1, WI എടുത്തിട്ട് നമ്മുടെ ആൻസർ എന്ത് വരുന്നു നോക്കിക്കേ. അപ്പോൾ ഇനി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ടേംസ് ക്യാൻസലായി, എന്നിട്ട് നമ്മുടെ എന്ത് ചെയ്യുന്നു? ആൻസർ ഈക്വൽ ടു VK+1, WI ഇന്നർ പ്രോഡക്റ്റ് മൈനസ് ഇന്നർ പ്രോഡക്റ്റ് VK+1, WI എന്ന് വരുന്നുണ്ട്. That is equal to 0. Therefore, we say that WI is orthogonal to WK+1. WI is orthogonal. നമുക്ക് ഇവിടെ വരുന്നത് ഇന്നർ പ്രോഡക്റ്റ് WK+1, WI. So WI is orthogonal to WK+1. അങ്ങനെ നമ്മുടെ വെക്ടേഴ്സ് ആയ W1, W2, WK+1 are orthogonal. ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ their vectors എന്തായിരിക്കും? ഇന്നർ പ്രോഡക്റ്റ്. ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ എന്താണ് കണ്ടീഷൻ? ഇന്നർ പ്രോഡക്റ്റ് ഓഫ് WI, WJ is equal to 1 if എന്താണ്? I equal to J and 0 if I not equal to J. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇവിടെ ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വരുന്ന കണ്ടീഷൻ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ വി ഗെറ്റ് an orthogonal set of vectors W1, W2, etc. Wn. അപ്പോൾ അതിനുശേഷം we know that നമുക്കറിയാം എന്താണ്? we know that every orthogonal set
every orthogonal sets are linearly independent. Every orthogonal sets are linearly independent. Therefore, നമ്മൾ എന്ത് പറയും? Therefore, W1, W2, etc. Wn are linearly independent. Linearly independent. And so, it is a basis. And so, it is a basis for the inner product space V. Since reason എന്താണ്? Dimension of V is equal to n. Hence, we get set of all W1, W2, etc. Wn has an orthonormal basis for the inner product space V. Now, to get an orthonormal set, we replace each Wi by Wi divided by norm Wi. Hence, the orthonormal basis is എങ്ങനെ എഴുതും നമ്മൾ? That is W1 by norm W1, W2 by norm W2, etc. Wn by norm Wn. So, നമ്മൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഫോംസ് എ ബേസിസ്. അതായത് ഇൻ ഓർത്തോനോർമൽ ബേസിസ് ഫോം ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ W1 നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു, നോൺ സീറോ എന്ന് പറഞ്ഞു. അതിനുശേഷം W2 നോൺ സീറോ, അങ്ങനെ WK വരെ നോൺ സീറോ എന്ന് എടുത്തിട്ട് WK+1 നോൺ സീറോ എന്ന് പറഞ്ഞു. അതുപോലെ അത് ഓർത്തോഗണൽ ആണ് എന്നും നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ പറയുന്നു K വരെ K+1 വരെ ട്രൂ ആണെങ്കിൽ n ടേംസും ട്രൂ ആയിരിക്കും. ഹെൻസ് we say that these every finite dimensional inner product space has an orthonormal basis. അപ്പം നമ്മൾ ഇന്ന് എന്താ നോക്കിയത്? ഇത് പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി നോക്കാം. അതായത് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എവ്രി ഫൈനൈറ്റ് ഡയമെൻഷണൽ ഇന്നർ പ്രോഡക്റ്റ് സ്പേസ് ആസ് ആൻ ഓർത്തോ നോർമൽ ബേസിസ്. ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസ് എടുക്കുക, ഒരു ബേസിസ് ഡിഫൈൻ ചെയ്യുക, അതിനുശേഷം നമ്മൾ കൺസ്ട്രക്ട് ആൻ ഓർത്തോ നോർമൽ ബേസിസ് W1, W2, etc. Wn. സോ ഇവിടെ അപ്പം നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന ഓർത്തോനോർമൽ ബേസിസിന് W1, W2 എന്നെടുക്കുകയാണ്. അപ്പോൾ ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സിനനുസരിച്ച് W1 ഈക്വൽ ടു V1 എന്നെടുക്കുന്നു. അതുപോലെ തന്നെ W2 ഈക്വൽ ടു V2 മൈനസ് സം പ്രൊജക്ഷൻ ഓഫ് വെക്ടേഴ്സിനെയാണ് ഈ പറയുന്ന പ്രൊണൗൺസിയേഷൻ. ഈ ഇന്നർ പ്രോഡക്റ്റ് ഓഫ് V2 ബൈ ഇന്നർ പ്രോഡക്റ്റ് V2, W1 ഡിവൈഡഡ് ബൈ നോം W1 സ്ക്വയർ ഇൻറ്റു W1. നമ്മൾ ഫസ്റ്റ് W2 നോട്ട് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം ഇന്നർ പ്രോഡക്റ്റ് ഓഫ് W2, W1 ഈക്വൽ ടു 0. അതായത് അതിനർത്ഥം W2 ഇസ് ഓർത്തോഗണൽ ടു W1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ K വരെ റിസൾട്ട് ട്രൂ ആണ് എന്ന് പറഞ്ഞിട്ട് K+1 നമ്മൾ എടുക്കുന്നു. K+1 എടുക്കുമ്പോൾ സമ്മേഷൻ J വേരീസ് ഫ്രം 1 to K, VK+1, WJ by norm WJ സ്ക്വയർ ഇൻറ്റു WJ. അപ്പോൾ ഇത് നമ്മൾ ഈക്വൽ ടു 0 സപ്പോസ് എന്ന് എടുക്കുവാണെങ്കിൽ അതും എന്തായിരിക്കും? ഇറ്റ് ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് സം വെക്ടേഴ്സ് V1, V2, etc. VK എന്ന് എടുക്കുവാണ്. അതിനുശേഷം നമ്മൾ പറയുന്നു ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അതുപോലെ ഇന്നർ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ഇത് ഫുൾ എക്സ്പാൻഡ് ചെയ്യാതെ നമ്മൾ തന്നെ ഒരു അസംഷനിൽ പറയുവാണ് എല്ലാ ടേംസും 0 ആയി പോകും, ബട്ട് ith ടേം മാത്രം 0 ആവില്ല. അപ്പോൾ ആ ith ടേം മാത്രം ഇവിടെ എടുത്ത് മെൻഷൻ ചെയ്ത് എഴുതുന്നു. എല്ലാ മെൻഷൻ സ്പ്ലിറ്റ് ചെയ്ത് എല്ലാ ടേംസും എഴുതാണ്ട് ബൈ ഷോർട്ട് വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇന്നർ പ്രോഡക്റ്റ് ഓഫ് VK+1, WI by norm WI the whole square into inner product WI, WI എന്ന് നമ്മൾ എടുക്കുന്നു.
അതിനുശേഷം we prove that this value is also equal to 0. We say that wi is orthogonal to wk plus 1. Hence we say that w1 w2 etc wk plus 1 is orthogonal. അങ്ങനെ നമ്മൾ ഈ പ്രോസസ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇത് wi എന്ന് ഏതൊരു വെക്ടർ, അപ്പോൾ അതിനെ നമ്മൾ n വെക്ടേഴ്സിനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ we will get that w1 w2 etc wn is also orthogonal. അപ്പോൾ ഓർത്തോഗണൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് which are linearly independent. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ it forms a basis, that means linearly independent ആണെങ്കിൽ dimension of v will be equal to n. അപ്പോൾ linearly independent vectors എത്ര എണ്ണം ഉണ്ടോ അത്രയും vectors ആയിരിക്കും rank of the matrix. അപ്പോൾ dimension of v will be equal to n, and hence we say that w1 w2 etc wn forms an orthonormal basis. അപ്പോൾ orthonormal form ചെയ്യണമെങ്കിൽ we replace wi by norm wi എന്ന് replace ചെയ്യണം. That means we say that orthonormal basis is w1 by norm w1, w2 by norm w2 and wn by norm wn. So this proves that every finite dimensional inner product space has an orthonormal basis. So hope you could have understood this theorem. If you have any doubts, please give me a message. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ തിയറത്തിനെ ബേസ് ചെയ്ത് ഈ പ്രോസസ് ഗ്രാം-സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. താങ്ക് യു.